ഹലോ വെൽക്കം ടു ടിൽജാസ് വേൾഡ്. അങ്ങനെ ഇന്ന് സൺഡേ ആണ്, ഇന്ന് തേർഡ് അഡ്വൻറ്റ് സൺഡേ ആണ്. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ചേച്ചിമാരുമായിട്ട് ഡിന്നറിന് പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഞങ്ങൾ നാട്ടിലെ പപ്പായ മമ്മീനെയൊക്കെ വിളിച്ച് പിള്ളേരൊക്കെ പാട്ടൊക്കെ പാടി കേൾപ്പിക്കുന്ന ഒരു രംഗമാണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ഫ്രഷ് ബ്രെഡ് ബേക്ക് ചെയ്തു. അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ഹോൾ വീറ്റിൻ്റെ ഫ്രഷ് ബ്രെഡ്. അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ പ്രാർത്ഥിച്ച് തേർഡ് അഡ്വൻറ്റിൻ്റെ തിരിയെല്ലാം കത്തിച്ചു. അപ്പം ക്രിസ്മസ് അടുക്കാറായതിൻ്റെ ഒരു ത്രില്ലിലും എക്സൈറ്റ്മെൻറ്റിലും ഒക്കെയാണ്. പിന്നെ അത് കഴിഞ്ഞ് പോകുന്നതിന് മുന്നേ ഇവർക്ക് കഴിക്കാനായിട്ട് ഇച്ചിരി നെയ്ച്ചോറ് ഉണ്ടാക്കി വെച്ചു. ചിക്കൻ കറി ജെൻസ് ഇപ്പോൾ എക്സ്പെർട്ട് ആയതുകൊണ്ട് ജെൻസ് തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞ് ഇവിടെ അപ്പനും മക്കളും ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് കാണുന്നത്. ഞാൻ പോകാനായിട്ട് വീണ്ടും സുന്ദരിയാകാൻ ട്രൈ ചെയ്യുന്നു. അങ്ങനെ റെഡിയായി തുടങ്ങി. തന്നെയാണ് താരം. ഇപ്പോൾ ഇത് എൻ്റെ സ്പെഷ്യൽ പേഴ്സൺ എനിക്ക് തന്ന ഗിഫ്റ്റാണ്. എസ്റ്റേ ലോഡറിൻ്റെ ഒരു കിഡ്കാച്ചി ഐ ഷാഡോ പാലറ്റ്. അപ്പോൾ ഇന്ന് അതെല്ലാം ഇട്ടുകൊണ്ട് പോകാമെന്ന് കരുതി. അപ്പം അമ്മ എങ്ങോട്ടാണ് പോണേ, എന്തിനാണ് പോണേ എന്ന് ചോദിച്ചിട്ട് പിള്ളേർ എൻ്റെ അടുത്ത് വന്ന് അവരും കൂടി എൻ്റെ കൂട്ടത്തിൽ ഒരുങ്ങാനായിട്ട്. അങ്ങനെ ഫൈനൽ ലുക്ക് റെഡി ആയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഐ ഷാഡോ പാലറ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ഞങ്ങൾ ഞാൻ ചേച്ചിമാരുമായിട്ട് മീറ്റപ്പ് ചെയ്തൊരു മെക്സിക്കൻ റെസ്റ്റോറൻറ്റിലാണ്. അവിടെ പാട്ടുകാരൻ ചേട്ടൻ പാട്ടൊക്കെ പാടി ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നു. ഞാനാണ് എൻ്റെ ചേച്ചിമാർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. ഇവിടുത്തെ ഈ റെസ്റ്റോറൻറ്റിലെ വൈബും ഈ ഒരു ഡെക്കറേഷനൊക്കെ കിടക്കാച്ചി കേട്ടോ, മെക്സിക്കൻ സ്റ്റൈൽ. ഇതാണ് എൻ്റെ ചേച്ചിമാർ. ഈ ഗ്രൂപ്പിൽ ഞാനാണ് ഏറ്റവും ഇളയ ആൾ. അപ്പോൾ അതിൻ്റേതായ ഒരു തല്ലികൊളുത്തലൊക്കെ ഞാൻ തന്നെ കാണിക്കാറുണ്ട്. ചേച്ചിമാരായതുകൊണ്ട് അവർ നല്ല നല്ല ചേച്ചിമാരായതുകൊണ്ട് അവരത് ക്ഷമിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഈ ഒരു ഗ്രൂപ്പിൽ വരുമ്പോൾ എനിക്കൊരു ഇച്ചിരി വാശിയും എന്താ പറയുക തർക്കമൊക്കെ ഇച്ചിരി കൂടുതലാണ് കേട്ടോ. പക്ഷെ നല്ല ചേച്ചിമാരാണ്, അതെല്ലാം ക്ഷമിക്കും ഒക്കെ ചെയ്യും. അപ്പം ഞങ്ങൾ എന്താ പറയുക സീക്രട്ട് സാന്റ കളിച്ചിരുന്നു. അപ്പം ഞങ്ങളുടെ ഗിഫ്റ്റുകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്ന ഒരു രംഗമാണ് ഈ കാണുന്നത്. പിന്നെ ഞങ്ങൾ ഭക്ഷണത്തിലേക്ക് കടന്നു. നല്ല അടിപൊളി എന്താ പറയുക അത് ആപ്പറേറ്റീവ് അല്ല, സ്റ്റാർട്ടേഴ്സ് ഞങ്ങൾ ഓർഡർ ചെയ്തു. നല്ലതായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങളുടെ മെയിൻ ഡിഷ് വന്നു. ഞങ്ങൾ 3 കൂട്ടരും ചിക്കനാണ് ഓർഡർ ചെയ്തത്. അപ്പുറത്തേക്ക് ഇരിക്കുന്ന 3 പേരും ചെമ്മീനാണ് ഓർഡർ ചെയ്തത്. പിന്നെ ഡെസേർട്ടായിട്ടൊരു അടിപൊളി ത്രലേഷ്യസിൻ്റെ കേക്കും ഓർഡർ ചെയ്തു. യമ്മിയായിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല. ഈ ചേച്ചിമാരായിട്ട് കൂടുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചിരിച്ചും കളിച്ചും നല്ലൊരു ഈവനിങ് ആയിരുന്നു. ഗുഡ് ഫുഡും ഗുഡ് വൈബുമായിട്ട് അടിച്ചു പൊളിച്ചു. അങ്ങനെ ക്രിസ്മസിന് നീ നേരത്തെ വേണമെങ്കിലും വരാം, ഞങ്ങൾ റെഡി ക്രിസ്മസ് ആഘോഷിക്കാനായിട്ട്. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ബെല്ലൈക്കൺ അമർത്താൻ മറക്കണ്ട. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.